ഈ ഭവനത്തോട് അറിയിക്കുന്നു. പ്രിയപ്പെട്ട അമ്മച്ചിക്കും കുഞ്ഞുമോനും കുടുംബാംഗങ്ങൾക്കും മറ്റ് ബന്ധുജനങ്ങൾക്കും ദൈവമായ കർത്താവ് സമാധാനവും ആശ്വാസവും അരളട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കിഴക്കേ പ്രാർത്ഥന ഗ്രൂപ്പിൻ്റെ വകയായിട്ടുള്ള ഒക്കെ ഇപ്പോൾ സമർപ്പിക്കുന്നു. അഭിനന്ദനായ വൈദിക ശ്രേഷ്ഠരെ, പ്രിയതായിരിക്കുന്ന പ്രിയമായ ശിശി കൊച്ചുമക്ക മറ്റു കുടുംബാംഗങ്ങൾ, പ്രിയ ദൈവജനങ്ങളെ, എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ വ്യക്തിപരമായി ഇടപെട്ടിട്ടുള്ള ഒരു മാന്യ അപ്പച്ചനാണ് നമ്മളുടെ ഇന്നലെ വീട്ടിൽ വെച്ച് ശുശ്രൂഷ നടന്നപ്പോൾ പ്രാർത്ഥന നടന്നപ്പോൾ ഞാൻ മനസ്സിൽ അറിയിച്ചതാണ്. എങ്കിലും രണ്ട് വാക്ക് പറയേണ്ടത് എൻ്റെ ആത്മീയ ഉത്തരവാദിത്വമാണെന്നാണ് വീണ്ടും ഒരു വാക്ക് പറയാൻ വേണ്ടി. കഴിഞ്ഞ 60 വർഷങ്ങളായിട്ട് എന്നോട് നിത്യസഹചാരിയായിട്ട് ജീവിതത്തിലെ എല്ലാ രംഗങ്ങളിലും സുഖത്തിലും ദുഃഖത്തിലും സന്തോഷത്തിലും ഇടപെട്ടുകൊണ്ടിരുന്ന പ്രിയ ഒരുപാട് ഞങ്ങൾക്കെല്ലാം വളരെ വ്യക്തിപരമായ തീരാ നഷ്ടമാണെന്നുള്ളതിന് യാതൊരു സംശയമില്ല. ആ വീട്ടിൽ എന്ത് നടന്നാലും ഞാനറിയാതെ ആ വീട്ടിലൊരു കാര്യം നടക്കുകയില്ല. അതുപോലെ എൻ്റെ വീട്ടിലെ ഏത് കാര്യം നടന്നാലും ഞാനത് ചുമതലയേൽപ്പിക്കുന്നത് പാർട്ടിയായിരുന്നു. പ്രിയമകൻ്റെ വിദ്യാഭ്യാസത്തിലായാലും എല്ലാ കാര്യത്തിലും വിവാഹാലോചന മുതൽ എല്ലാം എന്നോട് ആലോചിച്ചാണ് പാർട്ടി ചെയ്തുകൊണ്ടിരുന്നത്. ഞാൻ ഇത്രയധികം സ്നേഹിക്കുന്നത്, എന്നെ സ്നേഹിക്കുന്നത്, ഒരിക്കൽ പോലും ഒരു മോഹം മുറിഞ്ഞ ഒരു സംസാരം അദ്ദേഹത്തിനുണ്ടായിട്ടില്ല. ഞാൻ അദ്ദേഹത്തിന് കണ്ടിട്ടുള്ള ഏറ്റവും വലിയ ക്വാളിറ്റി സത്യസന്ധമായിട്ട് വിശ്വസ്തയോടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനുള്ള ദൈവിക വരമാണ് പറയുന്നത്. ഏത് കാര്യം ഏൽപ്പിച്ചാലും വിശ്വസ്തയോടെ അതാദ്യാവസാനം ചെയ്തു തീർത്ത് സന്തോഷത്തോടെ. എന്നെ സംബന്ധിച്ച് വളരെ തീരാ നഷ്ടമാണ്. പക്ഷേ നമ്മൾ ആദ്യ ലോകത്തിൽ സ്ഥിരമായിട്ട് ജീവിക്കാനുള്ളവരല്ലോ. പപ്പച്ചാന് 86-ാമത്തെ വയസ്സിൽ ഈ ലോകത്തിൽ നിന്ന് പറഞ്ഞു. വളരെ ഭാഗ്യമായ മരണമാണ്. 1 മാസം ആയ കിടപ്പിലായെന്ന് പറയാനുണ്ടായിരുന്നു. അങ്ങനെ പ്രത്യേകിച്ച് അസുഖമൊന്നുമില്ലായിരുന്നു. അവസാനം മരിക്കാൻ വേണ്ടി ദൈവം ഒരിക്കലും മുഖാന്തരമായെന്ന് മാത്രമേ ഉള്ളൂ. മരണസമയം വരെ പൂർണ്ണ ബോധമുണ്ടായിരുന്നു. ആളുകളെ തിരിച്ചറിയുവാൻ അവരോട് മരണത്തിലും തമാശ പറയുന്ന പ്രകൃതിയായിരുന്നു. ഞങ്ങൾ ഓരോ പ്രാവശ്യം അവിടെ ചെല്ലുമ്പോൾ തമാശയായിട്ടുള്ളത്. ആ തമാശയ്ക്ക് തന്നെ തിരിച്ചു പറയുകയും മരണം ഉണ്ടാക്കിയിട്ടുള്ളത് വളരെ ഭാഗ്യമായ മരണം. എനിക്കിത് 2 മണിക്കൂർ മുമ്പ് ഈ ഇടവകയിൽ പപ്പച്ചാൻ്റെ വീട്ടുകാരായ സ്വരത്തരാജ് അവിടെ പോയി പ്രാർത്ഥിച്ച് ആമീൻ പറഞ്ഞിറങ്ങി 10 മിനിറ്റിനകമാണ് പപ്പച്ചാനെ വിളിച്ചത്. ഈ ധന്യമായ ജീവിതത്തെ ഓർമ്മ ശ്രമിക്കുക. മനുഷ്യന്മാരെ തിരികെ വരികയും അറിവ് ചെയ്യുകയോ പപ്പച്ചാനെ വിളിച്ച് തന്റെ സന്നിധിയിലേക്ക് പ്രാർത്ഥിച്ചിരുന്നു. ഈ ദൈവത്തെ ശ്രദ്ധിക്കാം. പപ്പച്ചാൻ എനിക്ക് ലഭിച്ചിട്ടുള്ള, ഞങ്ങൾക്ക് ലഭിച്ചിട്ടുള്ള എല്ലാ സാഹോദര്യ സ്നേഹത്തിനായിട്ട് ഞാൻ നന്ദി അറിയിക്കുന്നു. പ്രിയമകനോടും മക്കളോടും മറ്റു കുടുംബാംഗങ്ങളോടും വ്യക്തിപരമായിട്ടുള്ള നന്ദികളുടെ പടം നയിക്കുന്നു. ദൈവത്തിൻ്റെ സമാധാനം നിങ്ങളെ ആശംസിക്കുന്നു.
Oh
Para los
എല്ലാ
പറഞ്ഞ് ഇവിടുത്തെ ആവേശം എൻ്റെ കഥകളിൽ നൽകി. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. ആകെയൽപ്പനേരം മാത്രം എൻ്റെ യാത്ര തീരുവാൻ, ആകെയര നാഴിക മാത്രം ഈ ഉടുപ്പു മാറ്റുവാൻ. സമയമാം രഥത്തിൽ ഞാൻ സ്വർഗയാത്ര ചെയ്യുന്നു. എൻ സ്വദേശം കാൺമതിനായി ഞാൻ തനിയെ പോകുന്നു. രാത്രിയിൽ ഞാൻ ദൈവത്തിൻ്റെ കൈകളിൽ ഉറങ്ങുന്നു. അപ്പോഴുമെൻ രഥത്തിൻ്റെ ചക്രം മുൻപോട്ടോടുന്നു. അതിദുഃഖം സോദരരെ എന്തിങ്ങനെ മർത്യകുല മൃത്യു അനുഭവിച്ചിടുന്നു. ചന്തമേറുമേനിയാകെ ചീഞ്ഞഴിഞ്ഞു ദ്രവിച്ചിടുന്നു. മാനിച്ചവനെ മണ്ണിലെ കയക്കുന്നു. സ്നേഹിച്ചവനെ ശോകത്തോടക്കുന്നു. സ്നേഹിത ബന്ധുക്കൾ എല്ലാമാകെ മുറയിടുന്നു. പൂഴിക്കും പുഴുവിനും ഇരയാവാനയക്കുന്നു. നിന്റെ വരവെങ്കൽ ഞങ്ങൾക്കു താതരിക സന്തോഷം മോഷവും എന്നേക്കും ഞങ്ങൾ നിന്റെ തിരുമുൻപിൽ ഹല്ലേലൂയ പാടി സ്തുതിച്ചിടുവാൻ കൃപയരുക. മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തിരികെ ചേരുമ്പോൾ നിങ്ങളുടെ വർഗത്തെ കുറിച്ച് അരുളിച്ചവനായ ദൈവമേ, കുടികളത്തെ ദിവസത്തിൽ നിത്യജീവനായി ഉയർത്തെഴുന്നേൽക്കണമെന്നുള്ള പ്രത്യാശയോട് ഈ ശരീരത്തെ ഞങ്ങൾ മണ്ണിലേക്ക് ഏൽപ്പിക്കുന്നു. സഹോദരനെ, മരിച്ചുപോയ പ്രിയപ്പെട്ടവരെ കുറിച്ച് ഞാൻ സങ്കടത്തോടും നെടുവീർപ്പോടും കൂടെ ഇരിക്കുമ്പോൾ ആത്മവിവേശത്തിലായി അനന്തരം സ്വർഗം തുറന്നിരിക്കുന്നത് ഞാൻ കണ്ടു. ഇവിടെ കയറി വരുവിൻ എന്ന് സ്വർഗത്തിൽ നിന്നൊരു മഹാശബ്ദം ഞാൻ കേട്ടു. ദൂതന്മാരിൽ ഒരുവൻ എന്നോട്, വരിക, കുഞ്ഞാടിന്റെ കാന്തയായ മണവാട്ടിയെ കാണിച്ചു തരാമെന്ന് പറഞ്ഞു. ദൈവത്തിന്റെയും കുഞ്ഞാടിന്റെയും സിംഹാസനത്തിൽ നിന്ന് പുറപ്പെടുന്നതായി പളുങ്ക് പോലെ ശുഭ്രമായ ജീവജല നദിയും നദിക്ക് അക്കരെയും ഇക്കരെയും ജീവവൃക്ഷവും അവൻ കാണിച്ചു തന്നുകൂടാത്ത മഹാപുരുഷാരം വെള്ളയങ്കി ധരിച്ച് കയ്യിൽ കുരുത്തോലയുമായി സിംഹാസനം മുൻപാകെ നിൽക്കുന്നത് ഞാൻ കണ്ടു. അവർ അത്യുച്ചത്തിൽ ആർത്തു പറയുന്നത് എന്തെന്നാ, രക്ഷ സിംഹാസനിലിരിക്കുന്ന ദൈവത്തിന്റെ ദാനമത്രേ. ഇനി മരണമുണ്ടാകുകയില്ല, ദുഃഖവും മുറവിളിയും കഷ്ടതയും ഉണ്ടാവുകയില്ല. ദൈവമായ കർത്താവ് അവരുടെ മേൽ പ്രകാശിക്കുന്നു. നിന്റെ ജയം എവിടെ? മരണമേ, നിന്റെ വിഷമുള്ളവിടെ? നമ്മുടെ കർത്താവായ യേശുക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം.
മരിച്ചേറെ ഉയർപ്പിക്കുന്നവനെ നിനക്ക് സ്തുതി എന്ന് നാം ഉച്ചത്തിൽ പറയണം. ഹല്ലേലൂയ 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 ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ 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 ദൈവമേ നിനക്ക് സ്തുതി. ഹല്ലേലൂയ 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 ദൈവമേ നിനക്ക് സ്തുതി. യേശുമശിഹായേ, നിന്റെ അനുഗ്രഹങ്ങളുടെ വാതിൽ ഞങ്ങളുടെ നേരെ അടച്ചു കളയരുതേ. നിന്റെ മരണത്താൽ ഞങ്ങളുടെ മരണം മാഞ്ഞു പോകുവാൻ നിന്റെ സ്നേഹം നിന്നെ സ്ഥലത്തുനിന്ന് ഞങ്ങളുടെ അടുക്കലേക്ക് ഇറക്കിക്കൊണ്ടു വന്നു. സർവശക്തനായ ദൈവത്തിന്റെ ഏകപുത്രനും നാടുകളിൽ